കൊമ്പനെ പിടികൂടുന്നത് വൈകുമെന്നൊരു സാഹചര്യം വന്നതോടെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. ചിന്നക്കനാൽ അടക്കം 13 പഞ്ചായത്തുകളിൽ നാളെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിങ്കു കണ്ടത്തിൽ നിന്ന് നാട്ടുകാർ ചിന്നക്കനാലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വഴിയിൽ വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ നാട്ടുകാർ എടുത്തുമാറ്റി. കാർബൺ ഫണ്ടിൻ പേര് ഭൂമിയിൽ നിന്ന് കാട്ടാനകളെ ഒഴിവാക്കുക. ആരിത് പറയുവതറിയാമോ? നാടുകളാക്കിയ മണ്ണിൻ മക്കൾ പറയുന്നു മരണം വരെയും സമരം ചെയ്യും. ആരിത് പറയുവതറിയാമോ? മറുപടി പറയൂ സർക്കാര്, 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 മറുപടി പറയൂ. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, ഇടുക്കിയിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളായി. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഇത്. ഇപ്പോൾ കോടതിയുടെ ഈ ഒരു നിർദ്ദേശം വന്നതോടുകൂടി വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് അല്ലേ? തീർച്ചയായും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. കോടതി അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും. ഈ അരിക്കൊമ്പനെ ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റപ്പെടും എന്ന് തന്നെയായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ. എന്നാൽ അതിന് വിപരീതമായ ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അത് വലിയ പ്രതിഷേധത്തിനിടയാകുന്നു. നിലവിൽ നാളെ ചിന്നക്കനാൽ ചാങ്ങൻപാറ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഉടുമ്പൻചോല മുതൽ മറയൂർ വരെയുള്ള വലിയ മേഖലയിലെ, അതായത് തുടർച്ചയായി വന്യമൃഗശല്യങ്ങൾ രൂക്ഷമായ മേഖലയിലെ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ചിന്നക്കനാൽ ചാങ്ങൻപാറ പഞ്ചായത്തുകളിൽ നിലവിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. വനം വകുപ്പിനും സർക്കാരിനും എതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അവർ പറയുന്ന കാര്യം വനം വകുപ്പ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, തെറ്റായ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചു, അതൊക്കെ അവർ മുൻപോട്ട് വയ്ക്കുന്നു. ആനപ്പാർക്ക് എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത്. ആ തരത്തിലുള്ള രീതിയിലേക്കാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധ യോഗം നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്ന നാട്ടുകാർ ഇടപെടും എന്നാണ് നമുക്ക് കരുതേണ്ടത്. നിലവിൽ ചിന്നക്കനാൽ ചാങ്ങൻപാറ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം കൂടിയ ഒരു സർവകക്ഷി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹർത്താൽ അടക്കമുള്ള നടപടി ഉണ്ടാകുമെന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഒരു 2 പതിറ്റാണ്ടുകളിലധികമായി തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 3-4 വർഷങ്ങളായി വലിയ തോതിൽ, അതായത് ഇക്കൊമ്പനടക്കമുള്ള ആന എല്ലാ ദിവസവും തന്നെ ഏതെങ്കിലും ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് ഇവിടെ സ്വന്തമായി ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഏറ്റവും എന്നും ഇറങ്ങുന്ന ഒരു കാട്ടാനയായ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റപ്പെടും എന്ന് തന്നെയായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ അതിനെതിരായി ഇതിലുണ്ടായതോടെ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ മുന്നിലാണ്. പ്രിൻസ്, ഈ ഒരു പുതിയ നിർദ്ദേശം കൂടി വന്ന സാഹചര്യത്തിൽ ഈ പ്രതിഷേധത്തിനും ഹർത്താലിനും അപ്പുറം നിയമപരമായി നീങ്ങാനുള്ള വല്ല ആലോചനയും ഇതിനോടകം എടുത്തിട്ടുണ്ടോ പഞ്ചായത്ത്? തീർച്ചയായും ചാങ്ങൻപാറ പഞ്ചായത്ത്, ചാങ്ങൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളും ഇടുക്കി MP അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷേ നിലവിൽ കോടതിയുടെ നിരീക്ഷണം ഈ ഒരു ശാസ്ത്ര പരിഹാരമല്ല എന്നുള്ളൊരു നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും അത് നിരീക്ഷണം കൃത്യമാണെങ്കിൽ പോലും ഈ ആളുകളെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നത് വരെ ഈ ഇവരുടെ ജീവിതം സ്വത്തിനും എന്ത് സുരക്ഷിതത്വം എന്ന് വനം വകുപ്പ് ഇതുവരെ ഉറപ്പ് തരുന്നില്ല. കാരണം മുൻപ് വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോഴും വനം വകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്താത്ത ഒരു മേഖലയാണ്. കൃത്യമായി സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റ് ആനകളെ കടലിൽ അവിടെയൊന്നും വനം വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മുൻപ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് വാസികളായിരുന്ന ശക്തിധരന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനം വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കെങ്കിലും നീങ്ങിയത്. മുൻപ് 2017 അരിക്കൊമ്പനെ പിടികൂടാൻ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും മറ്റു നടപടികൾ, അതായത് ജനവാസ മേഖലകളെ സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് പോലുള്ള പദ്ധതികൾ ഇപ്പോൾ പോലും കഴിഞ്ഞിടയ്ക്ക് അത്തരത്തിലുള്ള ഒരു നടപടി വനം വകുപ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, അതായത് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. 23 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ
സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു തീരുമാനമൊക്കെ ശരി പ്രിൻസ്, ദയവായി തുടരുക. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി കൂടി ചേരുകയാണ്. ശ്രീമതി സിനി, എന്തായാലും വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന്, നിർദ്ദേശം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നാട് നീങ്ങിയിരിക്കുന്നു. എങ്ങനെ ഈ ഒരു കോടതി നടപടിയെ പ്രതിരോധിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സർവകക്ഷി യോഗം ഇതിലൊരു തീരുമാനം ഉണ്ടായി. നാളെ ഹർത്താൽ തന്നെ ആഹ്വാനം ചെയ്തേക്കുവാണ്. അതേപോലെ തന്നെ ഇതിനെതിരായിട്ട് ഞങ്ങൾ പല പ്രകടനങ്ങളും മറ്റും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ വേറെ വഴിയില്ല, ഈ കാട്ടാനയെ കുറിച്ച് മാറ്റിയേ പറ്റൂ. അപ്പം നമ്മൾ അതിനനുസരിച്ച് തുടർ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീമതി സിനി, കേൾക്കുന്നുണ്ടോ? എനിക്ക് ശരിക്കും കേൾക്കാം. ഞാനൊരു പ്രകടനം നടക്കുന്നിടത്താണ്, സൗണ്ട് കേൾക്കുന്നില്ല ശരിക്കും. ശരി, മനസ്സിലായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനിയാണ് നമ്മളോട് പ്രതികരിച്ചത്. പ്രിൻസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രിൻസ്, എന്തായാലും ജനകീയ പ്രതിഷേധവും ജനകീയ ഹർത്താലുമായി മുന്നോട്ട് പോകാനുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്തുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചിന്നക്കനാൽ ഉൾപ്പെടെ 13 പഞ്ചായത്തുകളിലാണ് നാളെ ഹർത്താൽ നടക്കുന്നത്, അല്ലേ? ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ ഉള്ളത്? 13 പഞ്ചായത്തുകൾ, അതായത് ഉടുമ്പൻചോല മുതലുള്ള പഞ്ചായത്തുകൾ, ഉടുമ്പൻചോല, ചാന്നൻപാറ, ചിന്നക്കനാൽ, മറയൂർ, മാങ്കുളം, വട്ടവട, കാന്തല്ലൂർ തുടങ്ങിയ പൈക്കൻവാരി, രാജകുമാരി തുടങ്ങി വിവിധ മേഖലകളിലാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഈ മേഖലകളിലാണ് ഏറ്റവും അധികം കാട്ടാന ആക്രമണവും മറ്റ് വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാകുന്നത് ചിന്നക്കനാൽ, ചാന്നൻപാറ പഞ്ചായത്തുകളിലാണ്. തീർച്ചയായും എല്ലാ ദിവസവും തന്നെ ആനയുടെ ആക്രമണം ഈ പഞ്ചായത്തുകളിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് ആളുകൾ ഇവിടെ എത്തുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ പോലും നിലവിൽ സിംഗ് കണ്ടെത്തുന്നു ചിന്നക്കനാലിലേക്ക് അവർ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നു. വനംവകുപ്പിന്റെ ബാരിക്കേഡ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വനംവകുപ്പ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് തന്നെയാണ് ഇവരുടെ വാദം. കോടതി മറ്റ് ബദൽ മാർഗങ്ങൾ, അതായത് ആരെയും പിടികൂടാതെ കൂട്ടാട്ടിലേക്ക് അയക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് എത്രമാത്രം ഈ മേഖലയിൽ പ്രായോഗികമാണ് എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. കാരണം മധുകിട്ടാൻചോല ദേശീയോദ്യാനം വളരെ ചെറിയൊരു വനമേഖലയാണ്. ഇടുക്കി വനമേഖലയോ പെരിയാർ ടൈഗർ റിസർവ് പോലെ വലിയ ഒരു വനമേഖലയല്ല. അതുകൊണ്ട് തന്നെ ഈ ആനകൾ ഈ മധുകിട്ടാൻചോലയിൽ നിന്നും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാകുന്ന സാഹചര്യമുണ്ട്. ഈ ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ചും ഇതേ വനമേഖലയിൽ വിട്ടുകഴിഞ്ഞാൽ എത്രമാത്രം പ്രായോഗികമാണ് എന്നത് തന്നെ ഇനി മുൻപ് ാകുന്നത് വ്യക്തമല്ല. അതുപോലെ തന്നെ ഈ മേഖലയിൽ നിന്നും വനം വകുപ്പ് കൃത്യമായും ആനപ്പാർക്ക് പദ്ധതിയുമായി മുൻപോട്ട് നീങ്ങുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്ന ഒരു കാര്യം. അതിനുവേണ്ടി ഇവർ മനഃപൂർവ്വം ആനയെ പിടികൂടാതിരിക്കാനുള്ള തന്ത്രങ്ങൾ വിനയാണെന്ന് വരെ ജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും വളരെ നാളുകളായുള്ള ആളുകളുടെ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് അരിക്കൊമ്പനെ പിടികൂടുന്ന എന്നൊരു നടപടിയിലേക്ക് വനം വകുപ്പ് നീങ്ങിയത്. എന്തായാലും അത് കോടതി വിധിയോടെ നിലവിലെ സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരും കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളി എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്, അല്ലേ? തീർച്ചയായും വനം വകുപ്പും സർക്കാരും ചേർന്നുള്ള ഒരു ഒത്തുകളി എന്ന് തന്നെ ആണ് ഈ പ്രതിഷേധക്കാർ നിലവിൽ പ്രകടനം നടത്തിയിരിക്കുന്ന സിംഗ് കണ്ടെത്തുന്നൊക്കെ പ്രകടനം നടത്തിയിരിക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. അവർ ആരോപിക്കുന്നത് ജനങ്ങളെ ഇവിടെ ആനയെ പിടികൂട്ടി മാറ്റുമെന്നത് തെറ്റിദ്ധരിപ്പിച്ച ശേഷം കോടതിയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാതിരിക്കുകയായിരുന്നു എന്ന് തന്നെ അവർ പറയുന്നു. അപ്പം ആന പാർക്ക് പോലുള്ള വലിയ പദ്ധതികൾ മുൻപോട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് വരെ എന്ത് ചെയ്യും ജനങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ എന്ത് ചെയ്യും എന്നത് നമ്മെ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. അരിക്കൊമ്പനെ പിടികൂടുന്നത് വരെ കനത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നാളെ ചിന്നക്കനാൽ അടക്കം 13 പഞ്ചായത്തുകളിൽ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.